വണ്ടി ഫോർഡ് ഇക്കോസ്പോർട്ട് ആണ്. ബ്ലാക്ക് ടൈറ്റാനിയം 49,000 കൊടുക്കാം. AC ഉള്ള വണ്ടി, പെട്രോൾ വണ്ടി. ഡിസയർ VDI ഡീസൽ വണ്ടി. 2011 ഡിസംബർ. ഹ്യുണ്ടായി വെർണ എങ്ങനെയാ ഇത് 2014 മോഡലാണ്. നമ്മുടെ കിഡ് അല്ലേ, നന്ദകുമാർ കിഡ് ഓട്ടോമാറ്റിക് ആണ്. ഇത് RXL ഓട്ടോമാറ്റിക് ആണ്. അതെ, ചെറിയൊരു വണ്ടി, 7 സീറ്റർ ഗോ പ്ലസ് ആണ്. എഞ്ചിൻ റൂമൊക്കെ പക്കയാണ് അല്ലേ? എഞ്ചിൻ റൂമൊക്കെ പക്കയാണ്. നമ്മൾ ഇതിനകത്ത് ഒരു ഡീസൽ ഇട്ട് വാഷ് ചെയ്യുകയോ ഒരു കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല. ഇത് 57,000 കിലോമീറ്റർ ഓടിയ വണ്ടി ഇരിക്കുന്നുണ്ടോ, നല്ല പക്കയായിട്ട്. നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ തിരുവനന്തപുരം കഴക്കൂട്ടം ബൈപ്പാസ് സൈഡിലുള്ള സെക്കൻഡ് ചോയ്സ് ഷോറൂമിലാണ്. അപ്പൊ എന്റെ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ ഓണർ ആയിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ ആണ്. തീർച്ചയായിട്ടും ചാനലിൽ സ്വാഗതം. ചേട്ടാ, എങ്ങനെ നമ്മുടെ ഷോറൂമിൽ ഡീറ്റെയിൽസ് പറയുമോ, ലൊക്കേഷൻ കാര്യങ്ങൾ? നമ്മുടെ ഷോറൂം വന്നിട്ട് ബൈപ്പാസ് റോഡിലാണ് ഇരിക്കുന്നത്. ഇൻഫോസിസ് UST ഗ്ലോബലേക്കാണ് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നത്. അൽസാജാരീന അതിൽ നിന്ന് ഒരു 200 മീറ്റർ മാറിയിട്ടാണ് സർവീസ് റോഡിലാണ് നിൽക്കുന്നത്. പ്രോപ്പർ കഴക്കൂട്ടം കൊളത്തൂർ. ഓക്കെ, നമ്മളിവിടെ വണ്ടികൾ എങ്ങനെ ഏത് നമ്മൾ ചെറിയ വണ്ടി തൊട്ട് ഒരു 10 lakhs ആ റേഞ്ച് വരെയുള്ള വണ്ടികളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ലോ ബഡ്ജറ്റും ഹൈ ബഡ്ജറ്റും വരുന്നുണ്ട്. എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. നമുക്കിവിടെ പാർക്ക് ആൻഡ് സെയിൽ കോൺസെപ്റ്റ് ഇല്ല. ഇവിടെ എല്ലാം നമ്മുടെ ഓൺ വണ്ടികൾ. പാർക്ക് ആൻഡ് സെയിൽ ഇല്ല. അങ്ങനെ ഷോറൂംസ് കുറവാണല്ലേ? കാരണം മിക്കവാറും ഫുൾ ഓൺ വണ്ടികളാണ്. അപ്പൊ നമ്മളതെല്ലാം നോക്കി ഇവാലുവേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് എടുക്കുന്നത്. കസ്റ്റമേഴ്സിനാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് റീറ്റെയിൽ ചെയ്യുന്നത്. വണ്ടി അത്രയും ഗ്യാരണ്ടീഡ് മീൻസ് ഉള്ള കുറവുകളും കുറ്റങ്ങളും പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത്. ഇന്ന പ്രശ്നം വണ്ടിക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് റെക്ടിഫൈ ചെയ്ത്, അല്ലെങ്കിൽ ആ കസ്റ്റമർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഫിസിക്കലി പെയിന്റിംഗ് വർക്ക് കാര്യങ്ങൾ അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മൾ തീർന്നു, മെക്കാനിക്കലാണെങ്കിൽ തീർന്നു കൊടുക്കുന്നത്. ഇനി അല്ലെങ്കിൽ നിസ്സാരമായിട്ട് കോംപ്ലിക്കേഷൻ ഇല്ലാത്ത കേസാണ് കസ്റ്റമർക്ക് തന്നെ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ചെയ്യുന്നുണ്ട്. അതിന് പ്രൈസിംഗ് പ്ലസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിനാൻസ് നമ്മൾ 2010 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2010 തൊട്ട് ചെയ്യുന്നുണ്ട്. സിബിൽ സ്കോർ ഒക്കെ എല്ലാം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നമ്മൾ 85 to 90% വരെ, 90 പറയുമെങ്കിൽ 85% വരെയൊക്കെ വെഹിക്കിൾ കോസ്റ്റിനൊക്കെ കയറുന്നുണ്ട്. ആവറേജ് ഡൗൺ പേയ്മെന്റ് ഒരു 30 to 40 ഡിപ്പെൻസ് ഓരോ വെഹിക്കിളിനനുസരിച്ച്, മാർക്കറ്റ് വാല്യൂ അനുസരിച്ചിട്ട് നമുക്ക് വണ്ടി പരിചയപ്പെടാം. തീർച്ചയായും. ഓക്കെ, വീഡിയോ സ്വാഗതം. പരീക്ഷയുടെ നമ്മുടെ ഫസ്റ്റ് വണ്ടി ബഡ്ജറ്റ് കാറാണ്, ഹ്യുണ്ടായി ഇയോൺ. എങ്ങനെയാ ഡീറ്റെയിൽസ്? 2012 മോഡലാണ്. മാഗ്ന പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. ഫുൾ കവർ ഇൻഷുറൻസ് 8ാം മാസം വരെ ഉണ്ട്. ലൈഫ് ടാക്സ് വെഹിക്കിൾ, ടയേഴ്സ്, അലോയ്സ്, സീറ്റ് കവർ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം എക്സ്ട്രാ വന്നിട്ടുണ്ട്. സ്റ്റീരിയോ USB ഉള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ആസിറ്റീസ് കണ്ടീഷനിൽ ഇന്നിപ്പോ വന്നേ ഉള്ളൂ. വണ്ടി വന്നിട്ട് ജസ്റ്റ് വാഷിംഗ് പോലും കഴിഞ്ഞിട്ടില്ല. നോക്കി അറിയാൻ പറ്റും അത്ര മെയിൻറ്റൈൻഡ് ആയിട്ടിരിക്കുന്നു. ഇന്റീരിയർ ക്ലീനിങ് മാത്രം പെൻഡിങ് ഉണ്ടെന്ന് മാത്രം. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇതിനകത്ത്? റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഷോറൂം സർവീസ് വണ്ടിയാണ്. ഷോറൂം സർവീസ് ആണ്. എല്ലാ സർവീസ് വന്നിട്ട് വെളിയിലാണ്. കസ്റ്റമർ വീടിനടുത്തുള്ള സർവീസ് സെന്ററിലാണ് ചെയ്തിരിക്കുന്നത്. നിലവിലെ കണ്ടീഷൻ ആണല്ലോ വണ്ടി? എല്ലാം പക്ക കണ്ടീഷൻ. അപ്പോൾ എത്ര കൊടുക്കാം നമുക്ക് വണ്ടി? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് എടുത്താൽ നമ്മൾ 190 കൊടുക്കാൻ പറ്റും. 1,90,000 കൊടുക്കാൻ പറ്റും. ഓക്കെ, ലോൺ എത്ര ഇറങ്ങിയതാ? ഇതിനകത്ത് നമുക്ക് ലോൺ ഏകദേശം 175 വരെ കയറും. കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് വളരെ കുറച്ച് പൈസ നമുക്ക് എടുക്കാം. തീർച്ചയായിട്ടും. 2012 വണ്ടിയാണ്. മിനിമം 160, 170 ആ റേഞ്ചിൽ കസ്റ്റമർ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ലോൺ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. ശരി, അടുത്ത വണ്ടി ഒരാഴ്ച ഒരു ടാറ്റ ഇൻഡിക്ക പെട്രോൾ വണ്ടി, ലോ കിലോമീറ്റർ, 20,000 കിലോമീറ്റർ. ഇത്രയും ലോ കിലോമീറ്റർ ഇൻഡിക്ക ഞാൻ ചെയ്തതിനകത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ കാണിക്കാന്ന് വിചാരിച്ചത്. പെട്രോൾ വണ്ടി 2000 മോഡൽ ഏതാ? 2006 മോഡൽ. 2006 മോഡൽ പെട്രോൾ വണ്ടി, സെക്കൻഡ് ഓണർ വണ്ടി. ഞാൻ തന്നെ ഫസ്റ്റ് ഓണർക്ക് കൊടുത്ത്, ഫസ്റ്റ് ഓണറിൽ നിന്ന് ഞാൻ തന്നെ തിരിച്ചു വാങ്ങി. അവർ വേറെ വണ്ടി ഇവിടെ നിന്ന് തന്നെ ഡെലിവറി ചെയ്തു. പക്ഷേ പുള്ളി ഇതൊക്കെ വണ്ടി എടുത്ത് പുറകിലാണ് ഇട്ടേക്കുന്നത്. ഇത്രയും വണ്ടി അല്ല, എല്ലാം ബഡ്ജറ്റ് വെഹിക്കിളല്ല. ഇതൊക്കെ ബാക്കിൽ വരുമ്പോൾ എല്ലാ വണ്ടികളും വന്നിട്ട് വില കുറഞ്ഞ വണ്ടികൾ. എന്നു വെച്ചാൽ നമുക്ക് 50,000 കസ്റ്റമർക്കും വണ്ടി വേണ്ടേ? അത് കൊടുക്കണം. കയ്യിൽ കാശുള്ള ആൾക്കും വണ്ടി മേടിക്കണമല്ലോ. തീർച്ചയായിട്ടും. പക്ഷെ 50,000 വെറും 20,000 കിലോമീറ്റർ ഓടി ടാറ്റ ഇൻഡിക്ക പെട്രോൾ വണ്ടി. ഇത് AC മാത്രം വരുന്ന മോഡൽ. AC ഒക്കെ വർക്ക് ചെയ്യുമല്ലോ? AC ഒക്കെ വർക്ക് ചെയ്യും. സാധാരണക്കാരടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി. അതെ. അപ്പൊ അതിനകത്ത് ഇൻഷുറൻസും ഇപ്പൊ പുതിയതെടുത്താണ് തരുന്നത്. 4,300 ഇൻഷുറൻസും വരുന്നുണ്ട്. ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസ് ഇപ്പൊ എക്സ്പയർ ആണ്. നമ്മളത് കസ്റ്റമർക്ക് എടുത്താണ് കൊടുക്കുന്നത്. അപ്പൊ 2006 വണ്ടി എത്ര കൊടുക്കണം നമുക്ക്? കേട്ടില്ല, എത്ര കൊടുക്കണം? 2006 ഫൈനൽ വരുമ്പോഴത്തേക്കും നമുക്ക് 49 രൂപ റേഞ്ചിൽ കൊടുക്കാം. 49,000 കൊടുക്കാം. AC ഉള്ള വണ്ടി, പെട്രോൾ വണ്ടി. 2006 വണ്ടി. ഓക്കെ, ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഹ്യുണ്ടായി ഐട്ടൺ. ഹ്യുണ്ടായി ഐട്ടൺ ആണ്. ഇയോൺ കഴിഞ്ഞ ഹ്യുണ്ടായി ഐട്ടൺ ആണ്. ഇത് 2010 മോഡൽ, 11 ഡേറ്റ് ഓഫ് ഡെലിവറി, രജിസ്ട്രേഷൻ 11 മോഡൽ, ന്യൂ ഷേപ്പ് വണ്ടിയാണ്. 43,000 കിലോമീറ്റർ ഓടിയിട്ടിരിക്കുന്നു. 4 പുതിയ ടയർ ഉണ്ട്. ഐട്ടൺ ഇറ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. വണ്ടി പക്ക മെയിൻറ്റൈൻഡ്. ഇത് ഫുൾ കമ്പനി സർവീസ് ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 1,90,000 ആണ് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത്. വണ്ടി ഇന്റീരിയർ എല്ലാം ഹൈ ക്വാളിറ്റിയിൽ ഇരിക്കുന്നു. നല്ല പക്ക സീറ്റ് ഒക്കെ ആണെങ്കിൽ നല്ല ബ്രാൻഡ് ന്യൂ ലുക്കിൽ ഇരിക്കുന്നു. ഇത് നല്ല പ്രൊഫൈൽ കസ്റ്റമർ കയ്യിലിരുന്ന 2-3 സ്ക്രാച്ചസ് മാത്രമുണ്ട്. അത് ക്ലിയർ ചെയ്യാൻ വിട്ടിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം പെർഫെക്റ്റ് കണ്ടീഷൻ.
റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഐറ്റനാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 15 മൈലേജ് വരൂലേ? 15 റേഞ്ച് മൈലേജ് തീർച്ചയായിട്ടും. വണ്ടി കണ്ടീഷൻ വേറെ കുഴപ്പമൊന്നുമില്ല. ടയർ 4 പുതിയതാണ്. എഞ്ചിൻ കണ്ടീഷൻ പക്കയാണ്. അതെ, എല്ലാം പെർഫെക്റ്റ് ആണ്. ഓൺലി 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റെക്കോർഡ്സ് ഉള്ള വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ പ്രൈസ് എത്ര പറഞ്ഞാൽ 190 നെഗോഷ്യബിൾ ആണ്. ഓക്കെ, 190 നെഗോഷ്യബിൾ ആണ്. ലോൺ എത്ര കയറും ഇതിനകത്ത്? നമുക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ മോഡൽ 2010-11 രജിസ്ട്രേഷൻ ആയിരുന്നു. ഏകദേശം 1,25,000 രൂപ 1.30 വരെ നമുക്ക് നോക്കാം. ശരി, അടുത്ത വണ്ടി നോക്കാം. രാശിയുടെ അടുത്ത വണ്ടി റെഡ് ബീറ്റ് മോഡൽ 2014 14 വണ്ടി, ഡീസൽ 57,000 കിലോമീറ്റർ ഡീസൽ LS ആണോ? ഓക്കെ, കണ്ടീഷൻ കൂടുതൽ റിക്വയർമെന്റ് ഉള്ളതാണ്. ഇന്നത്തെ ഏറ്റവും മൈലേജ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ഡീസൽ വണ്ടി നല്ല നീറ്റ് ആണ് കേട്ടോ. ബോഡിക്ക് ഒരു പ്രശ്നം ചെറിയ അവിടെ ഇവിടെ റീപെയിന്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അത് ചോദിച്ചു, അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ 4 പുതിയതാണ്. സ്ക്രാച്ച് വന്നിട്ടുള്ള പെയിന്റിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള ചെയ്തേക്കുന്നല്ലേ? ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വേറെ സ്ക്രാച്ച് ഒന്നും കണ്ടില്ല. അത് ഓൾറെഡി പെയിന്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബോഡിയൊക്കെ ഓക്കെയാണ്. വണ്ടി കണ്ടീഷൻ വണ്ടിയാണല്ലേ? വണ്ടി 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി കണ്ടീഷനാണ്. വണ്ടിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ എഞ്ചിൻ റൂം ഞാൻ തുറന്നു കാണിച്ചത്. ഓക്കെ, ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ റൂമൊക്കെ പക്കയാണല്ലേ? എഞ്ചിൻ റൂമൊക്കെ പക്കയാണ്. നമ്മൾ ഇതിനകത്ത് ഒരു ഡീസൽ ഇട്ട് വാഷ് ചെയ്യുകയോ ഒരു കാര്യങ്ങൾ പോലും ചെയ്തിട്ടില്ല. ഇത് 57,000 കിലോമീറ്റർ ഓടിയ വണ്ടി ഇരിക്കുന്നുണ്ടോ? നല്ല പക്കയായിട്ടിരിക്കുന്നു. പക്ഷെ ഇതിന് ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ, ഓണർഷിപ്പ് എത്ര? മോർ ദാൻ 4th ഓണർഷിപ്പായി. ഒരാളുടെ പെരുന്നാളത്ത് കുടുംബത്തിൽ തന്നെ 2 പേര് മാറി, അങ്ങനെ മാറി വന്നായിരുന്നു. പക്ഷെ വണ്ടിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കും. എഞ്ചിൻ റൂം എല്ലാം കണ്ടീഷൻ ടർബോക്ക് ഇരിക്കുന്നുണ്ട്. സാറിന് ബീറ്റിന്റെ ടർബോക്ക് വരുമ്പോഴത്തേക്കും വലിക്കത്തില്ല. അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുടെ ഇഞ്ചക്ടർ ലീക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതായത് പറഞ്ഞാൽ 57,000 കിലോമീറ്റർ ജെനുവിൻ ആണ്. ഇത് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ വിശ്വസിക്കാൻ കുറച്ച് പാടുള്ളൂ. ഓക്കെ, അപ്പം ഒരു ഡ്രോബാക്ക് 4th ഓണർഷിപ്പായി. അതെ, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, അപ്പൊ ശരി, 4 ഓണർഷിപ്പായ ബീറ്റ് എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? 2014 2014 മോഡൽ. ഇത് കറണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണെങ്കിൽ ഇന്ന് ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 1,75,180 ആസ്കിംഗ് പ്രൈസ് നോർമലി വരും. ഓക്കെ, ഒരു 160 താഴെ കൊടുക്കത്തില്ല. ഇത് നമുക്ക് അസിറ്റീസ് കണ്ടീഷനിൽ 130 കൊടുക്കും. 130 കൊടുക്കും. 130 കൊടുക്കും. പക്ഷെ വണ്ടി 57 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 4 ഓണർഷിപ്പ് ആയി. മെക്കാനിക്കിന് ഉൾപ്പെടെ 6 വേണിയും കൊണ്ടു കാണിച്ച് ടെസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. 130 കൊടുക്കാം. പക്ഷെ ഷവറിലെ ലോൺ കയറുമോ? ലോൺ കയറത്തില്ല. ലോൺ കയറത്തില്ല. ശരി, അടുത്ത വണ്ടി നോക്കാം. ഏകദേശം അടുത്ത വണ്ടി ഒരു റെയർ വണ്ടി എന്ന് പറയാല്ലേ? ഇപ്പൊ കുറച്ചധികം ഇല്ല ഈ വണ്ടി. അതെ, ചെറിയൊരു വണ്ടി 7 സീറ്റർ ഗോ പ്ലസ് ആണ്. ഇത് 2015 മോഡലാണ്. 44,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന സ്റ്റിൽ വണ്ടി ഇപ്പോഴും അണ്ടർ വാറണ്ടിയിലാണ്. 2025 വരെ കമ്പനി അണ്ടർ വാറണ്ടി ഉള്ള വണ്ടി, എക്സ്റ്റൻഡഡ് വാറണ്ടി എടുത്ത വണ്ടിയാണ്. 4 പുതിയ ടയർ ഉണ്ട്. ഇതിന് ഫ്രണ്ട് 2 ഡോർ പവറിന്റെ വരുന്നുള്ളൂ. എക്സ്ട്രാ വന്നിട്ട് ബാക്കിൽ 2 ഡോർ പവറിന്റെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. വണ്ടി പക്ക ക്വാളിറ്റിയിലിരിക്കുന്നു. 7 സീറ്റർ ആണ്. ഒരു ചെറിയ ഫാമിലിക്ക്, അതായത് ഒരു അച്ഛൻ, അമ്മ, 2 കുട്ടികൾ പ്ലസ് വീട്ടിലൊരു പേരൻസ് 1-2 പേരുണ്ടെങ്കിലും അതെ 2 പേര് പുറകിൽ ഇരുത്തിയിട്ട് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ ഗോ പ്ലസിന്റെ മൈലേജ് എങ്ങനെയാ വരുന്നത്? മറ്റു ഇത് 1.2 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ്. ഇത് നമുക്ക് ആവറേജ് ഒരു 14-15 മൈലേജ് കിട്ടും. കമ്പനിക്ക് പറയുന്നത് 18-19 ഒക്കെയാണ്. ആവറേജ് 14-15 മൈലേജ് കിട്ടും. അപ്പം കണ്ടീഷൻ വണ്ടിയാണ്, കുഴപ്പമില്ല. 2025 വാറണ്ടിയിൽ അണ്ടർ വാറണ്ടിയാണ്. ഓക്കെ, അത് വിട്ടുപോയി. അപ്പൊ അണ്ടർ വാറണ്ടി നിലവിൽ വാറണ്ടി ഉള്ള വണ്ടിയാണ്. 25 വരെ വാറണ്ടി ഉണ്ട്. 2 വർഷം കൂടെ വാറണ്ടി, 1 വർഷം കൂടെ വാറണ്ടി ഉണ്ട്. അല്ല, ഒന്നും ചെയ്യണ്ടേ? 40 കിലോമീറ്ററിലായിട്ട് 4 ടയറും മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം എത്ര കൊടുക്കാം നമുക്ക് വണ്ടി? ഇത് 2,30,000 കൊടുക്കാൻ പറ്റും. 2,30,000 നമുക്ക് 7 സീറ്റർ വണ്ടി കിട്ടും. 7 സീറ്റർ ഫൈനലായിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഫിനാൻസ് എത്ര കിട്ടും? ഇത് ഫിനാൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്ത മോഡൽ ആയിരുന്നു. 1.5 ലക്ഷം രൂപ 1.60 വരെ നമുക്ക് ഫിനാൻസ് ഇടാം. ശരി, അടുത്തോണ്ട് നമ്മുടെ കിഡ് അല്ലേ? നന്ദകുമാർ കിഡ് ഓട്ടോമാറ്റിക് ആണ്. ഇത് RXL ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, അതായത് ഓട്ടോമാറ്റിക്കൽ ബേസ് വേരിയന്റ്. ഇത് അപ്ഗ്രേഡേഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഓൾറെഡി നമ്മൾ 4 ഡോർ പവർ വിൻഡോയും സെൻട്രൽ ലോക്കും എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. ഇതിന്റെയും ടയർ 4 പുതിയതാണ്. 51,000 കിലോമീറ്റർ ആണ് ഓടിക്കുന്നത്. ഇത് കമ്പനി സർവീസ് വെഹിക്കിൾ ആണ്. 1 ലിറ്റർ എഞ്ചിനാണല്ലേ? 1 ലിറ്റർ എഞ്ചിനാണ്. 1 ലിറ്റർ എഞ്ചിനാണ്. ഓട്ടോമാറ്റിക്കലി 1 ലിറ്റർ എഞ്ചിനേ വരുന്നുള്ളൂ. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക് കിഡ്. ഇത് 3,30,30,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ഇത് നെഗോഷ്യബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പ്രൈസ് 3,30,000 അല്ലേ? അതെ, ഇത് സിംഗിൾ ഓണർ, ഫുൾ കവർ ഇൻഷുറൻസ്, ലൈഫ് ടാക്സ്. എക്സ്ട്രാ 4 ഡോർ പവർ വിൻഡോയും ചെയ്തിട്ടുണ്ട്. ടയർ 4 പുതിയ. ഓക്കെ, അപ്പൊ ഇത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ അല്ലേ? ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ. ഓക്കെ, ടയർസ് പുതിയതാണ്. എല്ലാ വണ്ടി കണ്ടീഷൻ വണ്ടി, പ്രശ്നമൊന്നുമില്ല. ഇത് കമ്പനി സർവീസ്. ഇത് മൈലേജ് നമ്മുടെ ഈ ഓട്ടോമാറ്റിക് ആകുമ്പോഴും വലിയ വ്യത്യാസം വരുന്നുള്ളൂ. മൈലേജ് 18+ ആവറേജ് കിട്ടുന്നുണ്ട്. ഇൻസൈഡ് സിറ്റി ആണെങ്കിൽ 15-16 ആവറേജ് മൈലേജ് വരുന്നുണ്ട്. കിട്ടും, അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. പ്രൈസിംഗ് മറ്റുള്ള കമ്പാരിറ്റീവ് മാരുതി പ്രൊഡക്റ്റുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് പ്രൈസിംഗ് കുറച്ചൊക്കെ താഴെയായിരുന്നു. നല്ല രീതിയിൽ റീറ്റെയിൽ പോകുന്നത്. നമുക്കൊരു മാസം എങ്ങനെ പോലും 2-3 ഓട്ടോമാറ്റിക് കിട്ട് പോകുന്നത്. നമ്മുടെ 3,30,000 ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ്. അപ്പൊ ഫിനാൻസ് എത്ര വരെ കയറും? ഇത് ഫിനാൻസ് നമുക്ക് ഒരു 275 ആ റേഞ്ചിൽ വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഗ്രാൻഡ് 2014 മോഡലാണ്.
സെക്കൻഡ് ഓണർ ആണ്. ഓക്കെ. ഇത് വന്നിട്ട് സ്പോർട്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. 4 ടയറും ഇതിന്റെ പുതിയതാണ്. ഫുൾ കവർ ഇൻഷുറൻസ്, ലൈഫ് ടാക്സ്. കിലോമീറ്റർ എന്ന് പറഞ്ഞ കിലോമീറ്റർ 60,000, 60,000 സംതിങ് ആയിട്ടുണ്ട്. ഓണർഷിപ്പ് സിംഗിൾ ലൈൻ ആണല്ലേ? ഓണർഷിപ്പ് സിംഗിൾ ലൈൻ ആണല്ലേ? സെക്കൻഡ് ഓണർ ആണ്. ഇതും പക്ക മെയിൻറ്റൈൻഡ് വണ്ടി. ഇത് നമ്മുടെ പെട്രോൾ വണ്ടി, മാനുവൽ. അതെ. ഓക്കെ. സ്പോർട്സ് ആണ് വേരിയന്റ്. സ്പോർട്സ് വേരിയന്റ് ആണ്. ഇതിന് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് പക്ക മെയിൻറ്റൈൻഡ്. ഓക്കെ. വണ്ടി നീറ്റ് വണ്ടി. നല്ല ഒരു എത്ര മൈലേജ് വരും? ഒരു 12 to 1.2 കാപ്പ എഞ്ചിനാണ് വരുന്നത്. ഇത് വരുമ്പോഴത്തെ മൈലേജ് നമുക്ക് ഒരു ആവറേജ് ഒരു 14-15 മൈലേജിലേക്ക് ആവറേജ് കിട്ടും. നീറ്റ് വണ്ടിയാണ്. എത്ര സ്റ്റിയറിംഗ് ഗ്ലാസ് കൊടുക്കാം? ഇത് വന്നിട്ട് 3,25,000 ഫൈനൽ പ്രൈസ് വരും. ഇത് നമുക്ക് ലോൺ അവൈൽ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ ലോണിന് ഒരു കസ്റ്റമർ കൊടുത്തിരിക്കുകയാണ് 275 വരെ ലോണിന് കസ്റ്റമർക്ക് അവരുടെ പ്രൊഫൈൽ അനുസരിച്ച് അപ്രൂവൽ ആയി കിടക്കുക. ശരി, അടുത്തോണ്ട് അടുത്ത വണ്ടി ഹ്യുണ്ടായി എക്സെന്റ് അല്ലേ? അതെ. ഇത് ZRDI വേരിയന്റ് ആണ്. 2018 ഷേപ്പ് മാറി വരുന്ന എക്സെന്റിലെ ഷേപ്പ് മാറി വരുന്ന 2018 മോഡലാണ്. സിംഗിൾ ഓണർ ആണ്. ഇത് കമ്പനി സർവീസിൽ നിൽക്കുന്നു. കിലോമീറ്റർ ഓട്ടോ? ഇത് കിലോമീറ്റർ 87,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഡീസലാണ്. മൈലേജ് ഡീസൽ മാനുവൽ മൈലേജ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിൾ ആണല്ലോ. അത് കാരണം കൂടുതൽ ടാക്സിയും കാര്യങ്ങൾക്കെല്ലാം പോകുന്നത് തന്നെയായിരുന്നു. വണ്ടി നീറ്റ് ആണല്ലോ, സ്ക്രാച്ചോ കാര്യങ്ങളൊന്നുമില്ല. ടയർ ഇതെല്ലാം നമ്മൾ ടച്ച് ആൻഡ് പോളിഷ് ചെയ്തിരിക്കുന്നു. ടയർ എല്ലാം ഫുൾ കണ്ടീഷൻ. ഇൻഷുറൻസ് ഇപ്പൊ പുതിയത് എടുത്തിരിക്കുന്നു, ബ്രാൻഡ് ഇൻഷുറൻസ്. ഡീസൽ ആവുമ്പോൾ മൈലേജ് എങ്ങനെയാണ് വണ്ടിക്ക്? ഇത് വന്നിട്ട് 18, 20, 22 വരെ കിട്ടും. അത് കാരണം ടാക്സിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും മിനിമം നമുക്ക് 18 കൂടുതൽ പ്രതീക്ഷിക്കാം. 18 മേളിൽ പ്രതീക്ഷിക്കാം. ഇത് വേരിയന്റ് ഏതായിരുന്നു വണ്ടി? ഇത് വന്നിട്ട് E+ ആണ് വരുന്നത്. പക്ഷേ ഡ്യുവൽ എയർ ബാഗ്, ABS, ഇലക്ട്രിക്കൽ മിറർ എല്ലാം വരുന്നുണ്ട്. അതായത് എസിന്റെ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. ഫോർഡർ പവർ വിൻഡോ എല്ലാം വരുന്നത്. അതെ. ഓക്കെ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ വേരിയന്റ് വന്നപ്പോൾ E+ എന്ന് പറഞ്ഞിട്ടാണ്. പഴയതായിരുന്നു S എന്ന് പറഞ്ഞാണ്. ഓക്കെ. എത്ര കൊടുക്കും ചേട്ടാ? ഇത് നമ്മുടെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 460 ആണ്. 430 നമുക്ക് കൊടുക്കാൻ പറ്റും. 430 കൊടുക്കാം. അതെ. ഓക്കെ. ഇപ്പൊ ഫിനാൻസ് എങ്ങനെയായിരുന്നു? ഇത് ഫിനാൻസ് ഏകദേശം ഒരു 375 ആ റേഞ്ചിലോട്ട് തന്നെ ഫിനാൻസ് വരും. ചേട്ടാ ഈ പറയുന്ന പ്രൈസ് റേഞ്ച് വരെ ഫിനാൻസ് വരും. ഓക്കെ. ഈ പറയുന്ന പ്രൈസ് ഒക്കെ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണോ അതോ ഫിക്സഡ് ആണോ? 430 ആ റേഞ്ചിൽ ഫൈനൽ കൊടുക്കാം. ഫൈനലായിട്ട് കൊടുക്കും. ശരി, പറഞ്ഞു. ഐറ്റൺ തന്നെയാണ്. അതിന് 2012 മോഡലാണ്. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ ഓട്ടോ? ഇത് മാഗ്നയാണ് വരുന്നത്. കിലോമീറ്റർ വന്നിട്ട് 57,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. കിലോമീറ്റർ ആണല്ലോ. കിലോമീറ്റർ ആണ്. ഇത് കമ്പനി സർവീസ് വെഹിക്കിൾ ആണ്. ഇന്ത്യൻ ടയർ 4 പുതിയതാണ്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറർ, 1.2 കാപ്പ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇതിന് വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സീറ്റൊക്കെ ലെതർ ചെയ്തിട്ടുണ്ടല്ലോ ചേട്ടാ? സീറ്റ് കവറൊക്കെ ലെതർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വണ്ടി പക്ക മെയിൻറ്റൈൻഡ് ആണ്. ബ്ലാക്ക് ആണെങ്കിലും നല്ല മെയിൻറ്റൈൻഡ് ആയിട്ട് ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നു. നീറ്റ് വണ്ടി, പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കാം നമുക്ക് വേണ്ടി? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,30,000 രൂപയാണ്. ഇത് നമുക്ക് 2,15,000 രൂപയാണ് കൊടുക്കാൻ പറ്റും. ഓക്കെ. വണ്ടി കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ. ഇതിന് ലോൺ കയറുമോ? ലോൺ കയറും. 2012 വണ്ടിയിൽ ഇതിനും ഏകദേശം 1,60,000 മുതൽ 75 വരെ ആയിട്ടാണ് ഫിനാൻസ് പറ്റുന്നത്. ഉണ്ടായ വണ്ടികൾ അത്യാവശ്യം ഫണ്ടിങ് കിട്ടുന്നുണ്ട്. അപ്പൊ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ VDI ഡീസൽ വണ്ടി 2011 ഡിസംബർ. RC ഇഷ്യൂഡ് 2012. ഓക്കെ. 12 എന്ന് പറയാല്ലേ വേണേല്? അങ്ങനെ വേണമെങ്കിൽ പറയാം. കസ്റ്റമേഴ്സ് എല്ലാം അങ്ങനെ പറയത്തുള്ളൂ. നമ്മൾ 2011 ഡിസംബർ എന്നേ പറയത്തുള്ളൂ. അലോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? എക്സ്ട്രാ അലോയ്സ് ചെയ്തിട്ടുണ്ട്, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 52,000 കിലോമീറ്ററേ ഇത്രയും നാളും കൊണ്ട് വണ്ടി ഓടിയിട്ടുള്ളൂ. ഷോറൂം സർവീസ് ആണ്. ഓക്കെ. 4 പുതിയ ടയർ, ഈവൻ സ്റ്റെപ്പിനി വരെ ബ്രാൻഡ് ന്യൂ സ്റ്റെപ്പിനിയാണ് ഇരിക്കുന്നത്. 5 ടയറും പുതിയെന്ന് തന്നെ പറയാം. ടയർ ഓക്കെ. സ്റ്റെപ്പിന് അടക്കം പുതിയതല്ലേ? അപ്പൊ ആ വണ്ടി ഉപയോഗിച്ചിരുന്ന ആള് ആ വണ്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു ഇതൊക്കെയാണല്ലോ. 52,000 അല്ലേ? 52,500 ആയിട്ട് ഡീസൽ വണ്ടി 2012 വണ്ടി എന്ന് പറയാം. VDI നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഷോറൂം സർവീസ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അലോയ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ വണ്ടി നമുക്ക് എത്ര കൊടുക്കാം വേണ്ടി? അപ്പൊ ഇത് ഫൈനലായിട്ട് നമുക്ക് 3,20,000 രൂപയ്ക്ക് കൊടുക്കാം. 3,20,000 കൊടുക്കാം. ഇത്ര ലോ കിലോമീറ്റർ വണ്ടിയാണ്. ഓക്കെ. വണ്ടി കണ്ടീഷൻ വേറെ കുഴപ്പമൊന്നും. കാരണം ഇതൊന്നും അല്ലേ ഡീസലിനെ സംബന്ധിച്ച് ഓട്ടോ ഒന്നും അല്ലേ? 52 ഇത്ര ലോ കിലോമീറ്റർ വണ്ടി വരത്തില്ല. വെച്ച് ഉപയോഗിക്കുന്ന ആൾക്ക് ഒരു ഡീസൽ വണ്ടി ലോ കിലോമീറ്റർ കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മാർക്കറ്റിൽ കുറച്ച് പാടാണ്. എന്നു വെച്ച് കഴിഞ്ഞാൽ നല്ല ഓട്ടോ ഉള്ളവർക്ക് ഇത് എടുത്തിട്ട് ഞാൻ ഓടാം. അതാണ് അതിന്റെ. ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഹ്യുണ്ടായി വെർണ. എങ്ങനെയാ? ഇത് 2013 മോഡലാണ്. സിംഗിൾ ഓണർ ആണ്. 62,000 സംതിങ് കിലോമീറ്റർ, 62,346 കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ടയർ 4 പുതിയത്. SX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. പെട്രോൾ ആണ്. 1.6 പെട്രോൾ. ഓട്ടോമാറ്റിക് മാനുവൽ ആണ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല.
സിംഗിൾ ഓണർ കമ്പനി സർവീസ് 62 SS ഉണ്ടായാല് കൊട്ടാരക്കര സർവീസ് ചെയ്ത് നിൽക്കുന്നു. ടയർ 4 ബ്രാൻഡ് ന്യൂ ആണ്. വരുന്ന പെട്രോൾ എങ്ങനെയാ മൈലേജ് വരുന്നത്? വരുന്ന പെട്രോൾ 1.6 ആണ്. പെർഫോമൻസ് കൂടുതലാണ്, മൈലേജ് അല്പം കുറവാണ്. നമുക്ക് വന്നിട്ട് ഒരു 14 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. 1.6 ലിറ്റർ എഞ്ചിലാണ്. പിന്നെ അത്യാവശ്യം ഡ്യുവൽ എയർ ബാഗ്, ABS, ക്ലൈമറ്റ് കൺട്രോൾ എല്ലാ ഫീച്ചേഴ്സും അത്യാവശ്യം വരുന്നുണ്ട്. വണ്ടി കണ്ടീഷൻ, വണ്ടി നല്ല വെറൈറ്റി കളറുമാണ് അല്ലേ? അതെ അതെ, നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. ടോട്ടലി കുഴപ്പമില്ല. 4 ടയറും പുതിയതാണ്, ബാക്കി കാര്യങ്ങളെല്ലാം അലസെല്ലാം ഉണ്ട്. ക്ലീൻ വണ്ടി അല്ലേ? ക്ലീൻ വണ്ടി. ഫാൻസി നമ്പർ 5656 അത് പറഞ്ഞില്ല. 2656 ഫാൻസി നമ്പറുമാണ്. നമ്മുടെ ഫൈനൽ റേറ്റ് വരുമ്പോൾ 390 വരും. 390. ഓക്കെ. അപ്പോൾ ഫിനാൻസ് എത്ര കയറും? ഇതിന് നമുക്ക് ഒരു 3 lakhs റേഞ്ച് വരെ ഫിനാൻസ് നോക്കിയാൽ മതി. ശരി, അപ്പോൾ നല്ല കണ്ടീഷൻ വണ്ടിയാണ്. അടുത്ത വണ്ടി നോക്കാം. രാജേഷ് അവിടെ കാര്യം ചോദിച്ചോടെ, ഇവിടെ ഫോർഡിന്റെ ബഹളമാണല്ലോ. ഫോർഡ് ഇതെല്ലാം പോയിട്ട് മതിലിനപ്പുറത്തെ ഫോർഡ് കിടപ്പുണ്ട്. അതെന്റെ സ്വന്തം വണ്ടിയാണ്. ആണോ? ഞാൻ ഫോർഡിന്റെ ഫാനാണ്. അത് മറ്റേ ഗ്ലോബൽ ഫിയസ്റ്റ അല്ലേ? ഗ്ലോബൽ ഫിയസ്റ്റ വണ്ടി? അത് ഗ്ലോബൽ ഫിയസ്റ്റ ആണ്. ഓക്കെ. ഡീസൽ വണ്ടി അത് 1,56,000 കിലോമീറ്റർ ഓടും. പക്കാ മെയിൻറ്റെയിൻ. അത് നമ്മളെ കസ്റ്റമറെ കൺവിൻസ് ചെയ്യാൻ ഞാൻ അതിനകത്താണ്. എനിക്ക് അത്ര മെയിൻറ്റെയിൻ ഫോർഡ് കംഫർട്ട് നല്ല നീറ്റ്. അതെനിക്കറിയാം, ഞാൻ ഓടിച്ചിട്ടുണ്ട്. അത്ര കംഫർട്ട് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണല്ലോ ഫോർഡ്. പക്ഷെ എന്തുകൊണ്ടോ പോയി, അതൊരു അബദ്ധമായി പോയി. അതെല്ലാം ഒരുപാട് വണ്ടികൾ പോയെങ്കിലും ഫോർഡ് പോയപ്പോൾ ആൾക്കാർ വിഷമമായി കേട്ടോ. പക്ഷെ എന്നാലും ഇപ്പോഴും ഫോർഡ് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ഇവിടെ എനിക്ക് എക്കോസ്പോർട്ട് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നതാണ്. ഇപ്പൊ മാർക്കറ്റ് പൊതുവെ കുറച്ച് ഡള്ളായതിന്റെ പൊതുവെ ഒരു ഇത് മാത്രമുള്ള കാരണം. ഓക്കെ. അപ്പൊ ഈ മോഡൽ എങ്ങനെയാണ് നമ്മുടെ? ഇത് 2018 മോഡലാണ്. ഇത് ഫേസ് ലിഫ്റ്റിന് തൊട്ട് മുമ്പുള്ള മോഡലാണ്. ഇത് 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ടൈറ്റാനിയമാണ് വേരിയന്റ്. ഫിഗോ ആസ്പെയർ സിംഗിൾ ഓണർ. ഇതും 4 ബ്രാൻഡ് ന്യൂ ടയർ നിൽക്കുന്ന ഫുൾ കമ്പനി സർവീസ്. കിലോമീറ്റർ 75 കമ്പനി സർവീസിന് ഫുൾ റെക്കോർഡ്സ് ഉള്ള ഹാരിഫോർഡിൽ സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബൈക്കുകാരൻ ഫ്രണ്ട് ബമ്പറിൽ തട്ടി അങ്ങനെ വന്ന ഹെൽമെറ്റ് കൊണ്ട് മാറിയിരിക്കുന്നതാണ്. അത് ക്ലെയിം റിപ്പോർട്ട് കമ്പനിയിൽ ഹിസ്റ്ററിയിലുള്ളതാണ്. ക്ലെയിം റിപ്പോർട്ട് ഉള്ളതാണ്. ഈ വണ്ടി ടൈറ്റാനിയം. ഓക്കെ. ഫിഗോ ആസ്പെയർ മൈലേജ് നല്ല മൈലേജ് അല്ലേ? ഇത് 22 മൈലേജ് വരെ കിട്ടുമല്ലോ. എത്ര കൊടുക്കാം നമുക്ക് വണ്ടി? ഇത് വന്നിട്ട് നമുക്ക് 4,50,000 കൊടുക്കാൻ പറ്റും. 4 ലക്ഷം രൂപ. അപ്പോൾ ലോൺ എത്ര കയറും? ഇത് ഏകദേശം ഒരു 3 lakh to 3.5 ഡിപ്പെൻസ് കസ്റ്റമർ പ്രൊഫൈലാണ്. എന്ന് വെച്ചാൽ ഫോർഡിന്റെ വണ്ടിക്ക് നമുക്ക് ഒരു റീ അപ്രൂവൽ വിട്ടാൽ പോലും ഒരു 10% വിട്ടാൽ പോലും ചിലപ്പോൾ കയറി വരാൻ പാടാണ്. അതെ. സർവീസിന് ബുദ്ധിമുട്ടൊന്നുമില്ല? ഒരിക്കലും സർവീസ് എല്ലാ സ്പെയർസ് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നമില്ല. ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഫോർഡ് ഇക്കോസ്പോർട്ട് ആണ്. ബ്ലാക്ക് ടൈറ്റാനിയം 2017 ഡീസലാണോ? ഡീസൽ പുതിയ ഫേസ് ലിഫ്റ്റ് വന്നേക്ക് തൊട്ട് മുമ്പുള്ള വണ്ടി. ഓക്കെ. ഇത് 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ ആണ്. ഇതെല്ലാം കമ്പനി സർവീസ്. 92 ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ 4 പുതിയ ടയർ. ഇൻഷുറൻസ് എടുത്തിട്ട് നമ്മൾ ഒരു 1 month പോലും ആയിട്ടില്ല. ഇൻഷുറൻസ് 1 month ഓൾഡേ ഉള്ളൂ. അടുത്ത വർഷം 11ാം മാസം വരെ ഇൻഷുറൻസ് ഫുൾ കവർ നിൽക്കുന്നുണ്ട്. വണ്ടി നീറ്റ് ആണല്ലേ? വണ്ടി നീറ്റ് ആണ്. മെക്കാനിക്കൽ സൈഡും ഫിറ്റ് ആണ്. എക്സ്ട്രാ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ലെതറാ ചെയ്തിരിക്കുന്നത്. നീറ്റ് ആണ്. അതെ. നമ്മള് ഡോർ അടയ്ക്കുമ്പോൾ അറിയാം. ഇക്കോസ്പോർട്ടിന്റെ ഡോർ നല്ല ഫീൽ ആണ്, നല്ല വെയിറ്റ് ആണ്. അത് ഫോർഡ് എല്ലാം അങ്ങനെ തന്നെയാണ്. ഫോർഡിന്റെ ബിൽഡ് ക്വാളിറ്റി ഭയങ്കര റൈഡിംഗ് കംഫർട്ടും കൂടുതലാണ്. ഇക്കോസ്പോർട്ട് ഓടിക്കാൻ രസമാണ് ഓടിക്കും. അപ്പോൾ എത്ര കുറച്ചിട്ടായി വണ്ടി? ഈ വണ്ടി നമ്മൾ 6,60,000 രൂപ ചോദിക്കുന്നു. 6,30,000 രൂപ റേഞ്ച്, 30 രൂപ ഡിസ്കൗണ്ട് ഇട്ട് 6,30 റേഞ്ച് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഫിനാൻസ് എത്ര കയറും? ഫിനാൻസ് വന്നിട്ട് പല ഫിനാൻസ് കമ്പനികൾ ചെയ്യുന്ന കമ്പനികൾ നോക്കുമ്പോഴത്തേ ഓരോ പ്രൊഫൈൽ അനുസരിച്ച് നമുക്കൊരു 3.5, 4 ആ റേഞ്ച് വരെ. ഒരാഴ്ചയുടെ നമുക്ക് തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ, തീർച്ചയായും. ഒരു കാര്യം ഞാൻ ചോദിക്കാൻ തുടക്കത്തിൽ, ഈ ഷോറൂം തുടങ്ങി എത്ര നാളായി? നമ്മൾ 9ാമത്തെ വർഷമാണ്. 9ാമത്തെ വർഷം. ഓക്കെ. നമ്മളിപ്പോൾ ജസ്റ്റ് കാണുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണെന്നേ ഉള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഇതുമായിട്ട് കുറേ വണ്ടിയുടെ കണക്ഷൻ ബാക്കി കിടപ്പുണ്ടല്ലേ? കുറേ വണ്ടി ലോ ബഡ്ജറ്റ് വെഹിക്കിൾ കിടക്കുന്നുണ്ട്. ഈവൻ സാൻഡ്രോ 1 lakh താഴെ കിടക്കുന്നുണ്ട്. സ്പാർക്ക് കിടക്കുന്നുണ്ട്. ഇതെല്ലാം സാൻഡ്രോ, ഇതെല്ലാം 1 lakh താഴെയുള്ള പ്രൊഡക്റ്റുകളാണ്. കിടപ്പുണ്ട്. ശരി, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യും. അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു. ശരി.